നിയമസഭാ സമ്മേളനം കഴിഞ്ഞതോടുകൂടി ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദത്തിൽ സംസ്ഥാനത്തുടനീളം സമരം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം. എല്ലാ ജില്ലകളിലും തുടർച്ചയായ സമരങ്ങളിലൂടെ വിഷയം ആളിക്കത്തിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇന്നലെ പത്തനംതിട്ടയിൽ നടത്തിയ വിശ്വാസ സംഗമം വിജയം എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദം ഇന്ന് CPIM ചർച്ച ചെയ്യും. വിവാദത്തിൽ പ്രതിപക്ഷം സമരം ശക്തമാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് വിഷയം ചർച്ച ചെയ്യുന്നത്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലീം, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് NSS അടക്കമുള്ള വിവിധ സംഘടനകൾ സർക്കാരുമായി അയ്യപ്പ സമ്മേളനത്തിന് ശേഷം അടുക്കുന്നുവെന്ന് തോന്നൽ ഉളവാക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ആയുധം പ്രതിപക്ഷത്തിന് ലഭിക്കുന്നത്. അത് കൃത്യമായി ഉപയോഗിക്കാനുള്ള നീക്കത്തിലുമാണ് പ്രതിപക്ഷമെന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലായിരിക്കും സമരപരിപാടികൾ? അതുപോലെ തന്നെ CPIM-ലെ പുതിയ ചർച്ചകളൊക്കെ എന്തൊക്കെയായിരിക്കാം? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF പരമാവധി ആ വിഷയം സജീവമായി നിർത്താൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യം കോൺഗ്രസിന്റെ നേതൃയോഗത്തിലും ആ നിലയിൽ തന്നെ വിലയിരുത്തുന്നുണ്ട്. വിജയകരമായിരുന്നു നിയമസഭയിലെ ഇടപെടൽ എന്ന്. അതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ വിശ്വാസ സംഗമം സംഘടിപ്പിച്ചത്. അതിലും ഇന്നലെ മതിയായ പങ്കാളിത്തം ഉണ്ടായിരുന്നെന്നും ആ പരിപാടി വിജയകരമാണ് എന്നുള്ളതുമാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയം പരമാവധി സജീവമായി നിർത്തുക എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നീക്കം. 14-ാം തീയതി മുതലാണ് കോൺഗ്രസ് ഔദ്യോഗികമായി മേഖലാ ജാഥകൾ ആരംഭിക്കുന്നത്. 4 മേഖലകളായി തിരിച്ച് കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം, ഒപ്പം മൂവാറ്റുപുഴ, ഈ 4 മേഖലകളിൽ നിന്നായി 14-ാം തീയതിയും 15-ാം തീയതിയുമായി ആരംഭിക്കുന്ന ജാഥ 18-ന് പന്തളത്തെത്തും. പന്തളത്ത് മഹാസമ്മേളനത്തോടെ സമാപിക്കും എന്നുള്ളതാണ്. പക്ഷേ 14-ന് മുൻപുള്ള ഇന്നു മുതൽ തന്നെയുള്ള മറ്റുള്ള ദിവസങ്ങളിലും എല്ലാ ജില്ലകളിലും പല കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പോഷക സംഘടനകളോട് ഇക്കാര്യത്തിൽ സമരം കടുപ്പിക്കാനാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം അയ്യപ്പ ക്ഷേത്രങ്ങളുള്ള മണ്ഡലങ്ങളിൽ അവിടെ പ്രത്യേകമായുള്ള സമരം കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിലാണ് നിലവിൽ കോൺഗ്രസ് ഇതിനെ കാണുന്നത്. രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഒപ്പം UDF-ന്റെ പിന്തുണയും UDF-ന്റെ കൂട്ടായുള്ള പരിപാടികളും സംഘടിപ്പിക്കും. അതിന്റെ ഭാഗമായി 18-ന് ചെങ്ങന്നൂരിൽ നിന്നും പന്തളത്തേക്ക് പദയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ആ പദയാത്രയും UDF-ന്റെ കോൺഗ്രസിന്റെ ജാഥകൾ സമാപിക്കുന്നതിനൊപ്പം തന്നെ പന്തളത്ത് വെച്ച് സമാപിപ്പിക്കാനാണ് തീരുമാനം. ആ നിലയിൽ വലിയ സമരം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളാണ് CPIM നിലവിൽ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയമായി കോൺഗ്രസ് മുതലെടുക്കുകയാണ്. അത് സംബന്ധിച്ച് ക്യാമ്പയിനുകൾ ആരംഭിച്ച് ഇതിൽ നിന്നും, ഈ പ്രതിരോധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാനാവും എന്നുള്ളതാണ് CPIM-ന്റെ നിലവിലെ ആലോചന. ക്രിസ്റ്റീന, റീജിത്ത്. സലീം, രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിഷയമായിട്ടും അതിൽ വേണ്ട രീതിയിലുള്ള സമരപരിപാടികൾ ഉണ്ടായില്ല എന്ന വിമർശനം BJP-ക്കകത്ത് അതിശക്തമായി ഉയർന്നതിന് പിന്നാലെയാണ് ഇന്നലെ നമ്മൾ ഒരു സമര പരമ്പര തന്നെ കണ്ടു. കളക്ടറേറ്റ് മാർച്ചുകളിൽ വലിയ രീതിയിലുള്ള സംഘർഷം, BJP-യുടെ മാർച്ചുകളിൽ വലിയ രീതിയിലുള്ള സംഘർഷം കണ്ടു. ഈ വിഷയം ഇനി സജീവമായി പ്രത്യക്ഷ സമരം എന്നുള്ള നിലയിൽ സജീവമായി ഏറ്റെടുക്കുക എന്ന നിലപാടിലേക്ക് BJP കൂടി കടക്കുകയാണല്ലോ സലീം മാലി. രജിത, തീർച്ചയായും BJP ആദ്യ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളിലേക്ക് കടന്നിരുന്നില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ അത് വലിയ വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് ഈ ആദ്യ ദിവസങ്ങളിൽ, ഈ വിവാദമുണ്ടായ ആദ്യ ദിവസങ്ങളിലൊന്നും അടിച്ചു നിന്നെങ്കിലും അതിന് പിന്നാലെ തന്നെ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുമായി സമരത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചതാണ്. അതിന് പിന്നാലെ അതിൽ മുതലെടുപ്പ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് BJP-യുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും പുറകോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് BJP-യുടെ നിലപാട്. അതിനനുസരിച്ച് കോൺഗ്രസിനൊപ്പം തന്നെ സജീവമായി വിഷയം നിലനിർത്തുക, പരമാവധി സമരം ചെയ്യുക എന്നുള്ളതാണ് BJP നിലവിൽ ലക്ഷ്യമിടുന്നത്. ഇന്ന് പത്തനംതിട്ടയിലെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. കുമ്മനം രാജശേഖരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നലെ മറ്റെല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും മാർച്ച് നടന്നിരുന്നു. അങ്ങനെ വലിയ സമരങ്ങളിലേക്കും വലിയ ഈ യുവമോർച്ച ഉൾപ്പെടെ പുറത്തിറക്കിക്കൊണ്ടുള്ള സമരങ്ങളിലേക്കുമാണ് BJP ഇപ്പോൾ കടക്കാൻ ലക്ഷ്യമിടുന്നത്. റിജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.